ഗണേഷ് കുമാറിന്റെ വിചാരം അദ്ദേഹം ഇന്നും പഴയ ജന്മിയാണെന്നാണ്. പത്തനാപുരത്ത് നിന്ന് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ കനിവ് കൊണ്ട് മാത്രം ജയിച്ചു വന്ന ഗണേഷ് കുമാർ വലിയ ഷോ ആണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. താൻ ഗതാഗത മന്ത്രിയായതിനു ശേഷം കേരളത്തിന്റെ ഗതാഗത മേഖല ആകെ മാറി മറഞ്ഞു എന്നാണ് ഗണേഷ് കുമാറിന്റെ സ്വയം വിലയിരുത്തൽ. അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം. നേരത്തെ സഖാവ് VS ഉൾപ്പെടെ പൊതുജനമധ്യത്തിൽ അധിക്ഷേപിച്ച വ്യക്തി കൂടിയാണ് ഗണേഷ് കുമാർ. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് സംശയമുണ്ടാകും, ഗണേഷ് VS അധിക്ഷേപിച്ചപ്പോൾ അദ്ദേഹം UDF-ലായിരുന്നല്ലോ എന്ന്. തീർച്ചയായും UDF-ലായിരുന്നു. ഗണേഷ് അധിക്ഷേപിച്ച് തൊട്ടടുത്ത മിനിറ്റിൽ മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. കാരണം ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു നാലാംകിട രാഷ്ട്രീയക്കാരന് വേണ്ടി ഉമ്മൻചാണ്ടി മാപ്പ് പറഞ്ഞു. അതാണ് കോൺഗ്രസിന്റെ സംസ്കാരം. വിഷയം അതല്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഗണേഷിന്റെ ഒരു ഷോ ഓഫ് എല്ലാവരും കണ്ടു. മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം പുറത്തിറക്കുന്ന ചടങ്ങ്. ആ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം പുറത്തിറക്കുന്ന ചടങ്ങിലേക്ക് രാജാവായ ഗണേഷ് കുമാർ എഴുന്നള്ളുകയാണ്. രാജാവ് എഴുന്നള്ളി വേദിയിലെത്തിയപ്പോൾ മുന്നിൽ പ്രജകളുടെ എണ്ണം അല്പം കുറഞ്ഞുപോയി. കാരണം മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഗണേഷ് ടാർജറ്റ് കൊടുത്തിട്ടുണ്ട്. പകല് പോയിട്ട് മുഴുവൻ വാഹനങ്ങളിൽ ഹെൽമറ്റ് ഇടാത്തവനെയും, അല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ 2 പേർ യാത്ര ചെയ്താൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ, മറന്നുപോയ ആളുകളെല്ലാം പിഴിഞ്ഞ് പരമാവധി പണം എത്തിക്കണമെന്ന്. അതിന്റെ തിരക്കിനിടയിൽ ചില ഉദ്യോഗസ്ഥർക്ക് രാജാവ് വരുന്ന വിവരം അറിഞ്ഞ ആളുകളെ എത്തിക്കാൻ കഴിയില്ല. വേദിയിലെത്തിയ രാജാവ് ആളുകളുടെ എണ്ണം കുറഞ്ഞതോടെ കോപാകുലനായ ഗണേഷ് കുമാർ ഈ പരിപാടി റദ്ദു ചെയ്യുകയാണെന്ന് സ്റ്റേജിൽ പ്രഖ്യാപിച്ചു. അത് മാത്രമല്ല, ആളെ കൊണ്ടുവരാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നും ഗണേശിന്റെ പ്രസംഗം. ഉദ്യോഗസ്ഥന്റെ ജോലി മന്ത്രി വരുന്നിടത്ത് ആളെ കൂട്ടുകയല്ല എന്ന് ഗണേഷ് കുമാർ മനസ്സിലാക്കണം. പഴയ ജന്മിത്തമൊക്കെ തറവാട്ടിനകത്ത് വെച്ചാൽ മതി, പുറത്തേക്ക് എടുക്കേണ്ട രാജഭരണ കാലമല്ല. ഇത് ജനാധിപത്യമാണ്. പത്തനാപുരത്തെ ജനങ്ങൾ ഈർക്കൽ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടാണ് ഈ ഗണേഷ് കുമാർ MLA-യും മന്ത്രിയും ഒക്കെ ആയത്. CPM-ന്റെ കാരുണ്യം കൊണ്ട് ജയിച്ചുവെന്ന് മന്ത്രിയായതിന്റെ അഹംഭാവം സാധാരണക്കാരായ ജനങ്ങളുടെ മേലല്ല തീർക്കേണ്ടത്. ഗണേഷ് കുമാർ വിളിച്ചാൽ അപ്പോഴത്തേക്ക് ഗണേഷിന്റെ മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ വരാൻ ഗണേഷ് കുമാർ വലിയ താരരാജാവൊന്നുമല്ല. ഗണേഷിന് അങ്ങനെ ഒരു വിചാരമുണ്ടാകും, അപ്പൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് തന്റെ അവിടെ ഉണ്ടാകുമെന്ന്. അതൊക്കെ വെറുതെയാ ഗണേശ. ഗണേശൻ വരുമ്പോ മുന്നിൽ ആളെ കൂട്ടലല്ല ഉദ്യോഗസ്ഥരുടെ ജോലി എന്ന് കൃത്യമായി ഉദ്യോഗസ്ഥർ ഈ അല്പനായ മന്ത്രിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇത്തരക്കാരെ വെച്ച് എങ്ങനെ കേരളം മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ചിന്തിക്കണം. CPM-ന്റെ മാനസപുത്രനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരമലുണ്ണിയായ ഗണേഷ് കുമാറിന് അതിനൊരു അഹംഭാവമുണ്ട്. അതങ്ങ് തീർത്തു കൊടുക്കണം. അത് തീർക്കാൻ പത്തനാപുരത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. വൈത്താരിയിലൂടെയും ചില YouTube ചാനലുകാരെയൊക്കെ വിലക്കെടുത്തുമാണ് ഗണേഷിന്റെ പ്രവർത്തനം. ഗണേഷ് എന്തോ വലിയ സംഭവമാണെന്ന്, ഗണേഷ് ഒരു അംഗനവാടിയിൽ പോയി 10 രൂപയുടെ ഒരു ടോയ് കാർ വാങ്ങിക്കൊടുത്താൽ 1.5 മണിക്കൂർ വാർത്ത ചെയ്യുന്ന ചില YouTube ചാനലുകളൊക്കെ ഉണ്ട് ഗണേഷിന് വലിയ ഹൈപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ടൊന്നും ഗണേശ ജനങ്ങളുടെ മേൽ കുതിര കയറാൻ വരരുത്. പിന്നെ മറ്റൊരു കാര്യം, PSC പരീക്ഷ എഴുതി രാവ് പകലാക്കി പഠിച്ച് പരീക്ഷ എഴുതിയ ജോലി കിട്ടിയ ഉദ്യോഗസ്ഥന്മാരാണ് വകുപ്പുകളിലുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥരും 100% സത്യസന്ധരാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ മികച്ച ഉദ്യോഗസ്ഥരുടെ ട്രാക്ക് റെക്കോർഡുള്ള സംസ്ഥാനമാണ് കേരളം. ആ ഉദ്യോഗസ്ഥന്മാരെ തന്റെ പരിപാടിക്ക് ആളെ കൂട്ടുന്ന പിമ്പുകളായി ഗണേഷ് കുമാർ കാണണ്ട. ഗണേഷ് വരുന്ന പരിപാടിക്ക് ആളെ കൂട്ടണമെന്നൊക്കെ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെ ഗണേഷ് കുമാർ കരുതേണ്ട ഒരു കാര്യം, മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം പുറത്തിറക്കുന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് നിങ്ങളുടെ പ്രസംഗം കേട്ട് കൈയടിച്ച് പോയിട്ടില്ലെങ്കിലൊക്കെ ആ വാഹനം പുറത്തിറക്കാൻ കഴിയും. എന്റെ തല, എന്റെ ഫുൾ ഫിഗർ. ഈ കാലമൊക്കെ കഴിഞ്ഞു ഗണേഷ് കുമാറെ. ഇപ്പോ പഴയ പ്രതാപമൊന്നും ഗണേഷ് കുമാറിനില്ല. ജനാധിപത്യ രാജ്യത്ത് ഗണേഷ് കുമാറിനും ഞാനും നിങ്ങളുമെല്ലാം ഒരേ കണക്കാണ്. അല്ലാണ്ട് ഗണേഷ് കുമാറിന് പ്രത്യേകമായ ഒരു പദവിയൊന്നുമില്ല. അദ്ദേഹം മന്ത്രിയാണ്. ആ മന്ത്രിസ്ഥാനത്ത് നമ്മൾ ബഹുമാനിക്കും. പക്ഷെ ആ സ്ഥാനത്തിരുന്ന് ഇത്തരം നാലാംകിട പരിപാടി ചെയ്താൽ
ഗണേഷ് കുമാറിനെ വിമർശിക്കും. ഗണേഷ് കുമാറിനെ മാത്രമല്ല ആർ ബാലകൃഷ്ണപിള്ളയെയും വിമർശിച്ച ചരിത്രം കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഗണേഷ് കുമാർ അത്ര വലിയ മിടുക്കനൊന്നും വേണ്ട. വിമർശിക്കേണ്ടതിനെ വിമർശിച്ചും കൈയടിക്കേണ്ടവനെ കൈയടിച്ചും തന്നെയാണ് ജനാധിപത്യ കേരളം ഇതുവരെ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകും.